ഹലോ, മൈ നെയിം ഈസ് കെവിൻ. ഐ എം ഫ്രം ആലപ്പുഴ. ഞാൻ കൊച്ചിയിലൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഷിപ്പിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു 3 മാസമായിട്ടുണ്ട് കോഴ്സിൽ എൻട്രിയിൽ ജോയിൻ ആയിട്ട്. എൻ്റെ എക്സ്പീരിയൻസ് ഒരു 8 വർഷമായിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനൊരു 3 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല ക്ലയൻസുമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ നേവിയിലെ ക്ലയൻ്റ് ആണെങ്കിൽ നേവിക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവരോടെല്ലാം സംസാരിക്കുമ്പോൾ എൻ്റെ ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അവർ പെട്ടെന്ന് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും പേടിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇതിൽ ഞാൻ പലപ്പോഴും ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എൻ്റെ ഐഡിയാസ് അത് കറക്റ്റായിരുന്നു. പക്ഷേ എനിക്കവിടെ പലപ്പോഴും പറയാൻ പറ്റാത്തതിൻ്റെ ഇതിൽ ഞാൻ ബാക്ക്വേർഡ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും സംസാരിക്കുന്നതിലൊരു ഇഷ്യൂ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ സ്കൂൾ ഡേയ്സിലായാലും കോളേജ് ഡേയ്സിലായാലും ഇംഗ്ലീഷ് മാക്സിമം സംസാരിക്കുന്നില്ല. പഠിക്കാനുള്ള കാര്യം മാത്രം നമ്മൾ പഠിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് അവിടെ സംസാരിക്കാത്തതിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടെല്ലാം കുറേ ഇഷ്യൂസ് എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് വരണം, എനിക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കണം, എന്താണ് എൻ്റെ പ്രോബ്ലം അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സിൽ ചേർന്നത്. ഞാൻ 31 ബാച്ചിലാണ്. മാഡം ഞങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് തരാറുണ്ട് ഗ്രൂപ്പിൽ. അതാണെങ്കിലും കൺവെർസേഷൻ ലാബിൽ ഞങ്ങൾ പലപ്പോഴും സംസാരിക്കും, നമുക്ക് ടോപ്പിക്ക് തന്നെ സംസാരിക്കും. അതേപോലെ തന്നെ മാഡം ഗ്രൂപ്പിൽ സംസാരിക്കുന്ന സമയത്ത് ടോപ്പിക്ക് തരാറുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ടോപ്പിക്ക് തരുമ്പോഴേക്കും നമ്മളത് വേറെ ഒന്നും സെർച്ച് ചെയ്യത്തില്ല, നമ്മുടെ ആശയം മറ്റുള്ളവർ മുമ്പ് വെച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും എല്ലാവരും ഓപ്പണായിട്ട് എല്ലാവരും മറ്റുള്ളവരെ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കുള്ള ആ പേടി, ആ ഒരു ഫിയർ പെട്ടെന്ന് മാറും. അത് ആദ്യത്തെ 2-3 വട്ടം മാറില്ല. ഒരു ഈവൻച്വലി ഒരു 1 മന്ത് 2 മന്ത് എല്ലാം ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പേടി മാറും. പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു എൻട്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനൊരു കോഴ്സ് ചെയ്യുന്നു, എനിക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് മിക്കവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ബാച്ച്മേറ്റ് തന്നെ 2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കും ഇത് മാറ്റം ഉണ്ടാവണമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു വേവ് ലെങ്തിൽ ഉള്ളവർക്ക് പെട്ടെന്ന് നമ്മൾ പറയുന്നത് മനസ്സിലാവും. അപ്പം അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇംഗ്ലീഷ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എവിടെ ചെന്നാലും മെയിൻ തിങ് ഇംഗ്ലീഷാണ്. അപ്പം ജോയിൻ ചെയ്യും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുന്നു. ഇപ്പം എനിക്ക് പേടിയില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് തിങ്, ഞാൻ അവരുടെ എടുക്കലിലോട്ടാണ് ഞാനിപ്പം പോകുന്നത്. നേരത്തെ അവർ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. ലെറ്റ് ദം കം ആൻഡ് ടോക്ക് ടു മീ, ദെൻ ഓൺലി ഐ വിൽ ടോക്ക് ടു ബാക്ക്, അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഫസ്റ്റ് തന്നെ അവരോട് സംസാരിക്കും. നിങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് ഇത് പറയാൻ പറ്റി. അതുകൊണ്ട് അവർക്കും നമ്മളോട് കുറച്ചുകൂടെ ക്ലോസ് ആവാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ആ ഫിയർ കുറേയെല്ലാം മാറി. ഇനിയും മാറും, മുന്നോട്ട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാറും എന്നുള്ള വിശ്വാസമാണ്.